ഏതായാലും പെർഫോമൻസിന്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ താളം തല്ലിയിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ വിട്ടുപോയ ഒരാളുണ്ട്, നമ്മുടെ ഇന്നസെന്റ് ചേട്ടനെ ജോഷി വളരെ ഗംഭീരമായിട്ട് അനുകരിക്കും. ജോഷിയുടെ മാസ്റ്റർ പീസ് സാധനമാണ്. തീർച്ചയായിട്ടും ഇന്നസെന്റ് മുഖാന്തരമാണ് ഞാൻ കലാഭവനിലാണ് എത്തിയത്. അപ്പൊ ഇന്നസെന്റിന്റെ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കല്യാണരാമൻ എന്ന സിനിമ, ആ സിനിമയിൽ ചോറ് വിളമ്പുന്ന ഒരു മനോഹരമായ രംഗം. ആ രംഗം ഞാൻ ചോറുമായിട്ട് വരികയാണ്. ആർക്കാണ് ചോറ് വേണ്ടത് പറഞ്ഞാൽ മതി. അപ്പൊ പ്രചോദനം ഞാൻ ചോറുമായിട്ട് പോവുകയാണ്. ലേശം ചോറ് വേണ്ട, മോര് കുട്ടി ഒരു പിടുത്തം പിടിക്കാൻ വേണ്ട, അല്ലെങ്കിൽ രസം കുട്ടി ഒരു പിടുത്തം പിടിച്ചാലോ? വേണ്ടാന്നേ. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പഴയൊരു ജിംനാസ്റ്റിക്ക, ഏത് നേരം എനിക്ക് കുമ്പിടാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്തിരി ചോറ് കേട്ടോ. തന്നോട് ഞാൻ ഇത്ര നേരം ചോറ് ചോറ് തന്നെയല്ലേ പറഞ്ഞേ, അല്ലാതെ അക്ഷരമൊന്നും മാറിയില്ലല്ലോ. അയ്യോ, ഇവിടെ എന്താ പ്രശ്നം ചേട്ടാ? അല്ല രാമൻകുട്ടി, നായിന്റെ മോനോട് ഞാൻ ചോദിച്ചതാ ചോറ് വേണോ ചോറ് വേണോ ചോറ് വേണമെന്ന്. നീ ഇവിടുന്ന് പോകുമ്പോ ഓക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ ജോഷിയുടെ ഇന്നസെന്റ് ചേട്ടൻ പൊളിച്ചടുക്കി. ഇനി അവിടെ നിന്ന് നമുക്ക് സജീവേട്ടാ എന്തോ ഒരു സ്റ്റാർ. ഞാൻ രജനീകാന്ത് തന്നെ ചെയ്യാം. கொடுக்க மாட்டேன், 10 பைசா கொடுக்க மாட்டேன். நான் கொடுக்க போகிறேன். கீழ்கோட்டு, நடுக்கோட்டு, மேல்கோட்டு, சுப்ரீம் கோர்ட்டு, ஹைகோர்ட்டுன்னு நான் கரெக்டாக கட்டி கொடுப்பேன். உன்னோட புக்ஸு, ஆடிட்ஸு, டாக்குமெண்ட்ஸு இதெல்லாம் நான் பார்த்துட்டேன். பினாமி பேரில் வீடா, சொத்தா, நிலமா, போல்ஸா, டோலேட்ஸா, சிக்ஸ் வாங்குற கிரீன் மணியா, மொத்தம் 700 கோடி ரூபாய் கணக்கில் கிடத்த கருப்பு பணம் இருக்குது. பிஜு சாப்பிடுங்க சார், அதில் பாதி எனக்கு கொடுத்துரு. பிஜு இல்லைல்ல, பணத்தில் ಇಲ್ಲ ಮೊತ್ತ ಇನ್ಕಮ್ ಟ್ಯಾಕ್ಸ್க்குள்ள போய்டும். అక్కడ చూడు రిమూ మామ. അപ്പോൾ ജാഫർക്ക, കലാഭവനിൽ മിമിക്സ് പരേഡിനോടൊപ്പം തന്നെ നമ്മൾ മിമിക്സ് ഗാനമേള ഉണ്ടായിരുന്നു അല്ലേ? അന്ന് നമ്മൾ കണ്ട നാവുകൾ കൊണ്ട് ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദമൊക്കെ ചെയ്ത് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഗാനമേള എങ്ങനെ ചെയ്യുന്നു അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ജാഫർക്കാണ് മെയിനായിട്ട് പാടിക്കൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് അതൊന്ന് കേൾക്കണം. ഈ സൈഡിൽ നിന്നല്ല, എല്ലാ സൈഡിൽ നിന്ന് നമുക്കത് കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. മിമിക്സ് ഗാനമേള അത് അന്ന് അറിയാലോ, മിമിക്സ് ഗാനമേളയെ കുറിച്ച് അറിയാം. അന്ന് അതൊരു വലിയ സംഭവമായി മാറി. ആ മിമിക്സ് ഗാനമേളയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഉത്തമ ഒരാൾ കലാഭവൻ റഹ്മാനൊക്കെയാണ് ഗാനമേളയായിട്ട് ഉണ്ടാക്കിയത്. അതിന് മുമ്പ് മിമിക്സ് ഗാനമേള അല്ല, മിമിക്രി കാണിച്ചുകൊണ്ട് പാട്ട് പാടുമായിരുന്നു എല്ലാവരും. ഒരു 10-14 പാട്ടുമായിട്ട് ഗൾഫിൽ ആദ്യമായിട്ട് പോയ ട്രൂപ്പും പുള്ളിയുടെ ട്രൂപ്പാണ്. ശരി ജാഫർക്ക, ഇന്ന് ക്രിസ്തുമസ് ആണ്. അപ്പോൾ ക്രിസ്തുമസിന് നമുക്ക് അങ്ങനെ ഒരു പാട്ട് മിമിക്സ് ഗാനമേളയായിട്ടൊന്ന് കേൾക്കണം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഘോഷിക്കുന്നതാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രചോദനം പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സമ്മാനം മേടിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഫസ്റ്റ് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. നാട്ടിലുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ട്. അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ ഭക്തിഗാനം. യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നു അജപാലൻ ദേവനാദം കേട്ടു ആമോദര. യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നു രജപാലകൻ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ പൊഴിയും വാനിൽ, വെള്ളിമേഘങ്ങൾ വിരിയും വാനിൽ, താരകാരാജകുമാരിയോടൊത്തന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. അത് മതി, അത്രയും മതി. ബാക്കി ഇത് കേൾക്കുന്നവരെ കൊണ്ട് പൂരിപ്പിച്ച് ശരിക്കും പാടിക്കോ. കരോളൊക്കെ അടിച്ചു പൊളിക്കുക. ഏതായാലും ഗംഭീരമായി ഒരു നല്ല കൈഡ് നമുക്ക് ജാഫർക്ക് കൊടുക്കട്ടെ. വളരെ മനോഹരമായിട്ട് പാടി, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തു.